ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് ക്ലാസ്സിൽ പകുതി വരെ വന്നിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് SCL ലാബിൽ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് കഴിയുമ്പോഴത്തേക്ക് ബേസിക്കലി നിങ്ങളുടെ ലാബിലെ പോർഷൻസ് കവർ ആവുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതിലെന്തെങ്കിലും നമ്മളിപ്പോൾ ഇത്രയും നാൾ കവർ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഉണ്ട്. ഇത് ഒരു ഇൻറ്റേർണൽ എക്സാമുണ്ട്. അപ്പം ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പം കുറച്ച് ലേറ്റായിട്ടായിരിക്കും നടക്കാൻ സാധ്യത. പിന്നെ നിങ്ങൾക്ക് കണ്ടക്ട് ക്ലാസ്സസ് കാണും ജനുവരി ലാസ്റ്റ് 3rd വീക്ക് 4th വീക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ ഫെബ്രുവരി 1st വീക്ക് 2nd വീക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ ലാബ് നമ്മൾ ആലോചിക്കുന്നത് ഇവിടുത്തെ ലാബിലെ എല്ലാ മെഷീൻസിലും ഈ പൈത്തണൊക്കെ വേണ്ട ലൈബ്രറീസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സമയമാകുമ്പോൾ പറയാം. പക്ഷേ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോഴും ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് ഒരു അവസരം കൂടെ കിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വിസസ് നടത്തുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് എക്സ്പീരിയൻസിൻ്റെ ക്വിസസ് നടത്തിയിട്ടുണ്ട്. അവസാനത്തെ കുറച്ച് എക്സ്പീരിയൻസിൻ്റെ ക്വിസസ് നടത്തിയിട്ടില്ല. അപ്പോൾ അത് നെക്സ്റ്റ് വീക്ക് നമ്മൾ നടത്തും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ, പിന്നെ ഇത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് നമ്മൾ എല്ലാ എക്സ്പെരിമെൻ്റ് ഡിസ്കഷൻ കഴിയുമ്പോഴും നമ്മൾ ഓരോരോ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ആരെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക. ഇനിയും സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ ആൻസേഴ്സ്. അപ്പോൾ നമ്മൾ ലേറ്റ് സബ്മിഷന് അതിൻ്റേതായ മാർക്ക് ഡിഡക്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ എന്നുള്ളത് എന്താ പറയണ, പിന്നെ ഇത്രയാണ് ജനറലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം. എൻ്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ട്? ഒരു മിനിറ്റ്. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ട്? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? യെസ്. ഓക്കെ. അപ്പോൾ ഓക്കെ, സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് കണ്ടൻസിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം കണ്ടൻസ് ജസ്റ്റ് നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് നമ്പർ 9 അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എക്സ്പെരിമെൻ്റ് നമ്പർ 9 ബേസിക്കലി സിമ്പിൾ പ്രോബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൈത്തൺ വെച്ച് സിമുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നോക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കോയിൻ ടോസ് നമ്മൾ മാത്സിലൊക്കെ പ്രോബിലിറ്റിയുടെ കോഴ്സിൽ സ്ഥിരമായി കേൾക്കുന്നതാണ്. ഇത് കോയിൻ ടോസ് ചെയ്യുന്നു, അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പം അതിനെ പറ്റിയുള്ള 1-2 കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിഫോം ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്, അപ്പോൾ റാൻഡം വെക്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 മെയിൻ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രോബിലിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ വളരെ ബ്രീഫായിട്ട് കൺസൈസ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ബേസിക്കലി നമ്മൾ പ്രോബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്.
അതിൻ്റെ ഔട്ട്കം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയത്തില്ല. ആ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഇങ്ങനെ നടക്കാനാണ് ഒരു സാധ്യത കൂടുതൽ, ഇങ്ങനെ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം അതാണ് ഈ ഒരു പ്രോബിലിറ്റി വെച്ച് അതിനൊരു ക്വാണ്ടിഫൈ ചെയ്ത ഒരു നമ്പർ കൊടുക്കുകയാണ് ഈ പ്രോബിലിറ്റി വെച്ച് ചെയ്യുക. ഇപ്പം കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിന് മുന്നേ അത് ഹെഡ് വരുമോ ടെയിൽ വരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷേ നമുക്കൊരു ഫെയർ കോയിൻ ആണെങ്കിൽ, അതായത് രണ്ട് സൈഡുള്ള കോയിൻ ആണെങ്കിൽ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഹെഡും ഒരു സൈഡിൽ ടെയിലും ആണെങ്കിൽ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള സാധ്യത 50%, ടെയിൽ വരാനുള്ള സാധ്യത 50%ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് പക്ഷേ നമ്മളിപ്പം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടുമോ ടെയിൽ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സാധ്യത രണ്ടിനും ഈക്വൽ ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പം അതാണ് ഒരു പ്രോബിലിറ്റിയുടെ ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രോബിലിറ്റിയുടെ കോയിൻ ടോസിൻ്റെ കേസിൽ പ്രോബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു നമ്പർ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 എന്നുള്ള ഒരു നമ്പറാണ് കിട്ടുക. പ്രോബിലിറ്റി ഓഫ് ഹെഡ്സ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ടെയിൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 0.5 എന്നുള്ള നമ്പറാണ് കിട്ടുക ഫെയർ കോയിൻ ആണെങ്കിൽ. അപ്പോൾ ആ നമ്പർ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിലേറ്റീവ് ഫ്രീക്വൻസി വെച്ചാണ്. അതായത് ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കോയിൻ എടുക്കുന്നു, നമ്മൾ ടോസ് ചെയ്യുന്നു, നമുക്കൊരു ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുന്നു. അപ്പോൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് എത്രമാത്രം ടൈംസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് നോക്കുന്നു. അതായത് ഇപ്പം ഹെഡാണ് നമ്മുടെ ഫേവറബിൾ കണ്ടീഷൻ എങ്കിൽ നമ്മൾ ആദ്യം ഒരിക്കൽ കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡാണോ ടെയിലാണോ വരുന്നതെന്ന് നോക്കുന്നു, അത് മാർക്ക് ചെയ്യുന്നു. വീണ്ടും കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡാണോ ടെയിലാണോ വരുന്നതെന്ന് നോക്കുന്നു, അത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് ഒരുപാട് ഇറ്ററേഷൻസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇറ്ററേഷൻസ് എന്ന് പറയുമ്പോൾ മേ ബി 1 ലക്ഷം ആവാം, 10 ലക്ഷം ആവാം, അല്ലെങ്കിൽ 1 കോടി ആവാം. എന്നുവെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ചെയ്തതിന് ശേഷം അപ്പോൾ ഓരോ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഇതും മാർക്ക് ചെയ്ത് വയ്ക്കുന്നു, ഹെഡാണോ ടെയിലാണോ ഓരോ പ്രാവശ്യം കിട്ടിയത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് എത്ര വർഷം വന്നു. അതിപ്പം 100 പ്രാവശ്യം ടോസ് ചെയ്തു, 50 പ്രാവശ്യം നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നു, 50 പ്രാവശ്യം നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നില്ല. അപ്പം എത്ര പ്രാവശ്യം ഫേവറബിൾ ആയിട്ട് വന്നു അതിപ്പോൾ 50 ഡിവൈഡഡ് ബൈ എത്ര പ്രാവശ്യം നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു 100. ഞാൻ പറഞ്ഞ 100 കോയിൻ ടോസിൻ്റെ കേസ്. അപ്പോൾ 50/100 എന്നുള്ള നമ്പറാണ് നമുക്ക് ഒരു 0.5 കിട്ടുന്നത്. പക്ഷേ ഇവിടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് പ്രോബിലിറ്റി അല്ല സത്യം പറഞ്ഞത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയാം, ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് എന്ന് പറയാം. ആ ഇവന്റ് നടക്കാനുള്ള ഒരു റിലേറ്റീവ് ഫ്രീക്വൻസിയാണ്, നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഒരു റിലേറ്റീവ് ഫ്രീക്വൻസിയാണ്. പക്ഷേ ഒരു തിയറമുണ്ട്, ഒരു ലോ ഉണ്ട്, ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്, അതായത് ഒരുപാട് വലിയ നമ്പറിന് ഈ എക്സ്പെരിമെന്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ആ റേഷ്യോ ഉണ്ടല്ലോ, ഫേവറബിൾ ഇവൻസിന്റെ ഒക്കറൻസിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻസ്, ആ റേഷ്യോ നമുക്ക് വേണ്ട വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പം അതാണ് ലാർജ് നമ്പേഴ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലോ ഓഫ് ലാർജ് നമ്പേഴ്സിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം. അതായത് 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 5 പ്രാവശ്യം ഹെഡ്സ് 5 പ്രാവശ്യം ടെയിൽസ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. 10 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 6 പ്രാവശ്യം ഹെഡ്സ് കിട്ടിയെന്ന് വരാം ഒരിക്കൽ ചെയ്യുമ്പോൾ, അടുത്ത പ്രാവശ്യം 4 പ്രാവശ്യം കിട്ടുന്നുള്ളൂ. അപ്പം 6 പ്രാവശ്യം കിട്ടിയ 6/10 നമുക്ക് 0.6 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. 4 പ്രാവശ്യം ആണെങ്കിൽ 4/10 അത് 0.4 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. പക്ഷെ അതൊന്നും അല്ല പക്ഷെ നമുക്ക് നമ്മുടെ കോയിൻ്റെ വാല്യൂ 0.5 ആണ് കിട്ടുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. പക്ഷേ ഈ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പകരം ഇപ്പം 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 100 പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 55 പ്രാവശ്യം ഹെഡ്സ് കിട്ടും, അല്ലെങ്കിൽ 45 പ്രാവശ്യം ഹെഡ്സ് കിട്ടും. അപ്പോൾ അവിടെ 45/100 അല്ലെങ്കിൽ 55/100 ചെയ്യുമ്പോൾ 0.55 ആവും വാല്യൂ.
ഇപ്പോൾ നേരത്തെ 0.4 ആയിരുന്ന വാല്യൂ ഇപ്പോൾ 0.55, അതായത് കുറച്ചുകൂടെ നമുക്ക് വേണ്ട വാല്യൂവിന് കുറച്ചുകൂടെ അടുത്ത് കിട്ടി. അതേപോലെ ഈ നമ്പർ ഓഫ് ഇത് കൂട്ടുന്നതനുസരിച്ച് ഈ 0.5 അടുത്തടുത്ത വാല്യൂസ് കിട്ടാൻ തുടങ്ങും. ഈ റിലേറ്റീവ് ഫ്രീക്വൻസി ഒക്കറൻസിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി ഈ നമുക്ക് വേണ്ട വാല്യൂവിൻ്റെ അടുത്തടുത്ത് കിട്ടി തുടങ്ങും. അപ്പോൾ അതാണ് ഈ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ നാച്ചുറലി നമുക്ക് 10 പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടുന്നത് ഭയങ്കര റിലയബിൾ അല്ലാത്തൊരു ആൻസർ ആയിരിക്കും. 100 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുക. 1000 പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടും. 1,00,000 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് മോസ്റ്റ് പ്രോബ്ലി ഭയങ്കര അടുത്തുള്ളൊരു ഇതായിരിക്കും കിട്ടുക. അതായത് 0.5 എന്നുള്ളത് 0.5001 അല്ലെങ്കിൽ 0.4999 അങ്ങനെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോഴത്തേക്ക് അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ഈ പ്രോബിലിറ്റിയുടെ ആ ഒരു ക്വാണ്ടിറ്റി വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് 3 സെക്ഷൻസ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഫസ്റ്റ് 3 സെക്ഷൻസിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് പോയിന്റ്, അതായത് കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ് സിമുലേറ്റ് ചെയ്യുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻ ടോസ് ചെയ്തു നോക്കുക. 100 ട്രയൽസ്, 500 ട്രയൽസ്, 1000 ട്രയൽസ്, 5000 ട്രയൽസ്, 50,000, 5 ലക്ഷം ട്രയൽസ്, ഇത്രയും ട്രയൽസ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ആ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു എറർ കണ്ടുപിടിക്കുക, അബ്സല്യൂട്ട് എറർ. എന്ന് വെച്ചാൽ ആദ്യം ഇരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ 0.5 ആണ് പ്രോബിലിറ്റി ഹെഡ്സ്, അത് മൈനസ് നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റിയുടെ വാല്യൂ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്മോൾ പി എന്താണ്, നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ്, അതാണ് ഈ പി. അപ്പോൾ ഈ 0.5 മൈനസ് പി എന്ത് കാണും, ചെറുതായി വരണം നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് കൂട്ടുന്നതനുസരിച്ച്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഈ ഫസ്റ്റ് സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം റാൻഡം വെക്റ്റേഴ്സ് നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം യൂണിഫോം റാൻഡം വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റാൻഡം വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു വാല്യൂ കിട്ടുകയാണ്. നമുക്ക് ഒരു ലോവർ ലിമിറ്റ് കാണും, അപ്പർ ലിമിറ്റ് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലോവർ ലിമിറ്റ് 0 വെച്ചു, അപ്പർ ലിമിറ്റ് 10 വെച്ചു. എന്നിട്ട് ഞാൻ ഈ 0ക്കും 10നും കിടക്കുന്ന ഒരു നമ്പർ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ യൂണിഫോം. അപ്പം റാൻഡമായിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0ക്കും 10നും എടുക്കുന്ന ഏത് നമ്പർ എടുക്കാനുള്ള സാധ്യതയും സെയിം ആണ്. അതായത് ഇപ്പം 0 എടുക്കാനുള്ള നമ്പറും പ്രോബിലിറ്റി വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, 5 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, 6 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, 10 ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എല്ലാം സെയിം ആണ്. അപ്പോൾ അതാണ് ഈ യൂണിഫോം, അവിടെയാണ് ആ യൂണിഫോമിറ്റി വരുന്നത്. യൂണിഫോം റാൻഡം വെക്ടേഴ്സാണ് ഞാൻ സിമുലേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുകയാണ് 9.4 ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റിൽ. ഫിഫ്ത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇങ്ങനൊരു അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. 1000 പ്രാവശ്യം ചെയ്തു ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഞാൻ 1000 പ്രാവശ്യം 0ക്കും 10നും ഇടയ്ക്കുള്ള നമ്പർ സെലക്ട് ചെയ്തു. അങ്ങനെ 1000 നമ്പർ സെലക്ട് ചെയ്തു, അത് ഞാനൊരു അറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അതാണ് അതിൻ്റെ പറയുന്ന പേരാണ് റാൻഡം വെക്ടർ, യൂണിഫോം റാൻഡം വെക്ടർ. ഇനി എന്താ പറഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു വലിയ അറയുണ്ട്. ആ അറയ്ക്കകത്ത് എത്ര പ്രാവശ്യം നമുക്ക് കിട്ടിയ വാല്യൂ 2നേക്കാളും ചെറുതാണെന്ന് നോക്കുകയാണ്. അതായത് 0ക്കും 10നും ഇടയ്ക്കുള്ള ഏത് നമ്പർ വേണോ എനിക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത് ഒരു വലിയ അറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അറയ്ക്കകത്തുള്ള വാല്യൂസിൽ എത്ര എണ്ണം 2നേക്കാളും കുറഞ്ഞ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് 0ക്കും 2നും എടുക്കുന്ന ഏത് വാല്യൂ ഇത് സാറ്റിസ്ഫൈ ആവും. നമുക്കുള്ള ടോട്ടൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 0ക്കും 10നകത്ത് എടുക്കുന്ന ഏത് വേണോ എടുക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോബിലിറ്റി 0.2 കിട്ടണം ഈ കേസിൽ. അതായത് നമ്മുടെ ഫേവറബിൾ ഇവൻറ്റ്സ് 0ക്കും 2നും കിടക്കുന്ന ഏത് വാല്യൂ സെലക്ട് ചെയ്താലും ഫേവറബിൾ ആയിട്ടുള്ള ഇവൻ്റാണ്. പക്ഷെ അത് 0ക്കും 10നും ഇടയ്ക്കുള്ള വാല്യൂസിൽ ഇടയ്ക്ക് എന്താ പറയുക ഒരു 20% വാല്യൂസ് അതിനിടയിൽ കിടക്കുന്ന വാല്യൂസാണ്. അപ്പം നമ്മുടെ പ്രോബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ 0.2 നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം വേറെ രീതി പറഞ്ഞാൽ 1000 പ്രാവശ്യം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 200 വാല്യൂസ് സാമ്പിൾസ് നമുക്ക് എന്തായിരിക്കണം ഈ ത്രെഷോൾഡിനെക്കാളും, അതായത് 0ക്കും 2ക്കും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ് കിട്ടണം. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ, അത് കിട്ടും. അപ്പോൾ അത് സിമുലേറ്റ് ചെയ്യാണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 5 ചെയ്യുക.
എക്സ്പെരിമെന്റ് നമ്പർ 6 ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ അത് മോഡിഫൈ ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ 0ക്കും 10നും ഇടയ്ക്കുള്ള വാല്യൂസ് എടുക്കുന്നതാണ് എൻ്റെ എക്സ്പെരിമെന്റ്. അതിൽ 2നും 6നും ഇടയ്ക്ക് എത്ര പ്രാവശ്യം ഉള്ള കിട്ടുന്ന എത്ര പ്രാവശ്യം 2 എന്ന വാല്യൂ 6 എന്ന് പറഞ്ഞ വാല്യൂവിന് ഇടയ്ക്കുള്ള എത്ര എണ്ണം കിട്ടും. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 യൂണിറ്റ് ആണ് റേഞ്ച്. അപ്പോൾ ടോട്ടൽ ഇത് 10 യൂണിറ്റ് ആണ്. അപ്പോൾ 4/10 പ്രോബിലിറ്റി 0.4 കിട്ടണം. അതായത് 1000 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓൺ ആൻ ആവറേജ് 400 പ്രാവശ്യം നമുക്ക് ഈ 2നും 6നും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ് കിട്ടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്യാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞതിൽ മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എനിക്കറിയാം പ്രോബിലിറ്റി നിങ്ങളുടെയൊക്കെ ഒരു മാത്സ് ചിലപ്പോൾ എല്ലാവർക്കും അത്രയും ക്ലിയർ ആയിരിക്കണമെന്നില്ല, പക്ഷെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ, അതോ ഒരിക്കലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണെന്നുള്ളത് ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ, അതായത് അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണെന്ന്. ആരും കമൻറ്റ് ചെയ്തില്ല. മേഘാചന്ദ്രൻ, മനസ്സിലായോ എന്താണ്? മേഘാചന്ദ്രൻ ഉണ്ടോ? യെസ്, മനസ്സിലായോ? അതോ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യണോ എന്താണ്? ഒന്ന് ബ്രീഫ് ചെയ്യാവോ? ഓക്കെ. ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും നമുക്ക് റിസൾട്ട് അതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയിൻ ടോസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക്കലി ആ കോയിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഹെഡ്സ് വെച്ചാൽ ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒരു എന്തെങ്കിലും ഒരു കോഡ് നമ്മുടെ ഒരു സിമുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ്, അതായത് ഒരു 1000 പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യും, എന്നിട്ട് എത്ര പ്രാവശ്യം നമുക്ക് ഹെഡ്സ് കിട്ടിയെന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എത്ര പ്രാവശ്യം നമുക്ക് ഹെഡ്സ് കിട്ടി ഡിവൈഡഡ് ബൈ എത്ര പ്രാവശ്യം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ 1000 പ്രാവശ്യം നമ്മൾ ഹെഡ്സ് ടോസ് ചെയ്തു, അതിൽ എനിക്ക് 500 പ്രാവശ്യം 1000 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തു, അതിൽ 500 പ്രാവശ്യം എനിക്ക് ഹെഡ്സ് കിട്ടിയെങ്കിൽ എൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 500/1000 0.5. അതാണ് ഞാൻ ആദ്യത്തെ സെക്ഷനിൽ ചെയ്തത്. രണ്ടാമത്തെ സെക്ഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടെ വേറൊരു ടൈപ്പ് ഇവൻ്റാണ് നോക്കുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 0വും 10നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഏത് നമ്പർ സെലക്ട് ചെയ്യാനുള്ള എനിക്ക് സെലക്ട് ചെയ്യാനുള്ള ഇപ്പോൾ റാൻഡമായിട്ട് എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് നമ്പർ ചൂസ് ചെയ്യാനുള്ള എനിക്ക് ഏത് വേണോ ചൂസ് ചെയ്യാം. എല്ലാത്തിനും എനിക്ക് ഈക്വൽ പ്രയോറിറ്റിയാണ്, അതായത് ഏത് നമ്പർ വേണോ എനിക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 0 എടുക്കാനോ 1 എടുക്കാനോ 2 എടുക്കാനോ ഉള്ള ഒക്കെ സാധ്യത സെയിം ആണ്, അപ്പോൾ പ്രോബിലിറ്റി സെയിം ആണ്. അപ്പം അങ്ങനെ ഒരു ഇവൻ്റ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ത്രെഷോൾഡ് ഫിക്സ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇവൻറ്റിന് നമ്മൾ കുറേ പ്രാവശ്യം ഒരു ട്രയൽ നടത്തുകയാണ്. അതാണ് ഈ 4, 5, 6 ചെയ്യുന്നത്. അതായത് 0ക്കും 10നും ഇടയ്ക്ക് ഉള്ള ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക, അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊരു 1000 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന നമ്പേഴ്സ് മേ ബി 0, 9, 8, 5, 4, 2 അങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു 1000 നമ്പറുണ്ട്. ആ 1000 നമ്പറിൽ എത്ര നമ്പേഴ്സ് 2നേക്കാളും കുറവായിരിക്കും, അതാണ് ഈ എക്സ്പെരിമെന്റ് നമ്പർ 5ൽ ചെയ്യുക. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോബിലിറ്റി കാര്യങ്ങൾ കാൽക്കുലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ വരാനുള്ള പ്രോബിലിറ്റി 0.2 ആയിരിക്കണം ഈ കേസിൽ. അപ്പോൾ അത് ശരിയാണോ എന്നാണ് നമ്മൾ 5ാമത്തെ എക്സ്പെരിമെൻറ്റിൽ നോക്കുന്നത്. 6ാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലോവർ ലിമിറ്റ് വെച്ചു, ഒരു അപ്പർ ലിമിറ്റ് വെച്ചു. അതായത് എൻ്റെ ഈ അറേ ഉണ്ട്, 0, 2, 3, 5, 10, 8, 7 എന്ന് പറഞ്ഞൊരു വലിയ അറയുണ്ട്. അപ്പോൾ ആ അറയിൽ എത്ര പ്രാവശ്യം എനിക്ക് കിട്ടിയ വാല്യൂ 2നും 6നും ഇടയ്ക്ക് കിടക്കും. ഞാൻ എക്സാമ്പിൾ ലോവർ ലിമിറ്റ് 2, അപ്പർ ലിമിറ്റ് 6. അപ്പോൾ 2നും 6നും ഇടയ്ക്ക് കിടക്കുന്നത് എത്ര പ്രാവശ്യം കിട്ടി.
അപ്പോൾ അത് പ്രോബിലിറ്റിയുടെ ടേംസിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബിലിറ്റി 0.4 കിട്ടണം. അപ്പോൾ അത് സിമുലേറ്റ് ചെയ്ത് നമുക്ക് ആ 0.4 അടുത്തുള്ളൊരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്നാണ് 6ാമത്തെ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത്. മേ ബി കുറച്ച് നിങ്ങൾക്ക് ആ കോഡും കൂടെ എഴുതുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രോബിലിറ്റിയുടെ സ്ക്രിപ്റ്റ് അയച്ചു തന്നായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അഗെയിൻ എന്താ പറയുക, നമുക്ക് കുറച്ച് പാക്കേജസ് ആവശ്യമുണ്ട്. നംപൈ വേണം, പ്ലോട്ടിംഗ് ഇവിടെ ഇല്ല, അപ്പം പ്ലോട്ടിംഗ് ഉണ്ട്. അപ്പം മാറ്റ്പ്ലോട്ട്ലിബിൻ്റെ ലൈബ്രറി വേണം. പിന്നെ നമുക്ക് റാൻഡം എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്, അതും ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 പാക്കേജസ് ആണ് എനിക്ക് ആവശ്യം. സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഞാൻ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ, വിസിബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പാക്കേജസ് എനിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ഈ റാൻഡം എന്ന് പറഞ്ഞ പാക്കേജ് ബേസിക്കലി ഈ റാൻഡം നമ്പേഴ്സ് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാക്കേജ്. നംപൈ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അത് നേരത്തെ കണ്ടതാണ്. മാറ്റ്പ്ലോട്ട്ലിബ് ആ ലൈബ്രറി ഉപയോഗിക്കുന്നത് പ്ലോട്ട് ചെയ്യാനാണ്. ഇനി നമ്മുടെ കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിൽ എന്താ ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു n നമ്പർ ഓഫ് ടൈംസ് ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. അതായത് ആദ്യം ഒരിക്കൽ ടോസ് ചെയ്യുന്നു, ഹെഡ്സ് ആണോ ടൈൽസ് ആണോ കിട്ടുന്നത് മാർക്ക് ചെയ്ത് വയ്ക്കും. രണ്ടാം പ്രാവശ്യം ടോസ് ചെയ്യുന്നു, ഹെഡ്സ് ആണോ ടൈൽസ് ആണോ കിട്ടുന്നത് മാർക്ക് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഒരു അറേ ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഞാൻ കോയിൻ ടോസ് ട്രയൽ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് കോയിൻ ടോസ് ട്രയൽ ഓഫ് n, അപ്പോൾ ഇൻപുട്ട് ആർഗ്യുമെൻറ്റ് n ആണ്. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര നമ്പർ ഓഫ് പ്രാവശ്യം ആ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം, അതാണ് ക്യാപിറ്റൽ N. ഓക്കെ. അതിനകത്ത് ഞാൻ ഇത് ചെയ്തിരിക്കുകയാണ്. ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ എന്ന് പറഞ്ഞൊരു വെക്ടറാണ്. അപ്പോൾ ആ വെക്ടറിനകത്ത് ഹെഡ്സ് കിട്ടിയോ ടൈൽസ് കിട്ടിയോ എന്നുള്ള ഒരു ലിസ്റ്റാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത്. പിന്നെ എന്ത് ചെയ്യുക, ഞാൻ ഐട്രേറ്റ് ചെയ്യാണ്, ഓരോ പ്രാവശ്യം എടുക്കുന്നു ഒരു. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സ് ആണോ ടൈൽസ് ആണോ കിട്ടുന്നതെന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതാണ് എടുക്കേണ്ടത്. അപ്പം ഇപ്പോൾ ഈ റാൻഡം എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തൊരു സബ് ഫംഗ്ഷൻ ഉണ്ട്, റാൻഡ് ഇൻറ്റ്, RAND INT. ഓക്കെ. അപ്പോൾ ഈ റാൻഡ് ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യും റാൻഡം ആയിട്ട്. അതായത് ഇപ്പം നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുന്നു, അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, എന്നിട്ട് റാൻഡ് ഇൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ റാൻഡ് ഇൻറ്റ് 0,10 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 0ക്കും 10നും ഇടയ്ക്ക് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു ഇൻറ്റീജർ നമുക്ക് റിട്ടേൺ ചെയ്യും ഓരോ പ്രാവശ്യം. അത് റാൻഡം ആയിട്ട് ഈക്വലി പ്രോബബിളി ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഈ എഴുതിക്കുന്ന സ്ക്രിപ്റ്റ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഓരോ ഐട്രേഷനിലും റാൻഡ് ഇൻറ്റിനെ വിളിക്കും. അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 1ഉം കൊടുത്തു. അപ്പോൾ ലോവർ ലിമിറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡും, ലോവർ ലിമിറ്റ് 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഈ റാൻഡ് ഇൻറ്റ് 0,1 റിട്ടേൺ ചെയ്യുന്നത് ഒന്നുകിൽ 0 റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ 1 റിട്ടേൺ ചെയ്യത്തുള്ളൂ. കാരണം 0യും 1ഉം മാത്രമേ ഉള്ളൂ ഇൻറ്റിജർ ആ റേഞ്ചിലുള്ള. അപ്പം 0 റിട്ടേൺ ചെയ്താൽ ഞാൻ അസ്യൂം ചെയ്യും ഹെഡ് ആണെന്നും, 1 റിട്ടേൺ ചെയ്താൽ ഞാൻ അസ്യൂം ചെയ്യും ടെയിൽ ആണെന്നും അസ്യൂം ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് അതെന്ത് ചെയ്യും, ഓരോ ഐട്രേഷനും കിട്ടുന്ന വാല്യൂസ് ഞാൻ ഈ ട്രയൽ എന്ന് പറഞ്ഞ ഒരു വെക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ. സോ എന്നിട്ട് n ഓഫ് h എന്ന് പറഞ്ഞ വേരിയബിൾ ബേസിക്കലി ഐട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സം ഓഫ് ട്രയൽ എടുക്കുകയാണ്. അപ്പോൾ സം ഓഫ് ട്രയൽ എടുക്കുമ്പോൾ എന്ത് പറ്റും, 0 ആണെങ്കിൽ ആ വാല്യൂ മാറത്തില്ല, 1 ആണെങ്കിൽ അത് ഒന്ന് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് കളിക്കും. ബേസിക്കലി എനിക്ക് നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടും സം എടുത്തു കഴിഞ്ഞാൽ. ഇനി പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കേസിൽ n ഓഫ് h ആണ്, അതായത് നമ്പർ ഓഫ് ടൈംസ് യു ആർ ഗെറ്റിംഗ് ഹെഡ്, അതാണ് നമ്മുടെ ഫേവറബിൾ ഇവൻറ്റ്. NOH ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് എന്താണ്, നമ്മളെ n. അപ്പോൾ NOH ബൈ n ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രോബിലിറ്റി കിട്ടുക. ഇനി ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് ഹെഡ്സും
പ്രോബിലിറ്റി ഓഫ് ഹെഡ്സും ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇത് ചൂസ് ചെയ്യണം, എത്ര പ്രാവശ്യം ട്രയൽ നടത്തണം. ഞാൻ ഈ കേസിൽ 100 പ്രാവശ്യം ട്രയൽ നടത്തുകയാണ്. എന്നിട്ട് ഈ ഫംഗ്ഷൻ കോയിൻ ടോസ് ട്രയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നു, നമ്പർ ഓഫ് ഹെഡ്സ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ അത്രയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബേസിക്കലി അപ്പം 100 പ്രാവശ്യം ഞാൻ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ 60 പ്രാവശ്യം എനിക്ക് ഹെഡ്സ് കിട്ടി. അപ്പോൾ എൻ്റെ പ്രോബിലിറ്റി 0.6 എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ 0.5 ആണ് കിട്ടേണ്ടത്. പക്ഷേ നമ്പർ ഓഫ് ട്രയൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്പർ ഓഫ് ട്രയൽസ് കുറവായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഹെഡ്സിൻ്റെ എണ്ണം ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടത്തില്ല. പക്ഷേ അതേസമയം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ 100 പ്രാവശ്യം ഒരു 1,00,000 പ്രാവശ്യം ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് 1,00,000 ചെയ്യുമ്പോൾ 50,000 ഒരു വാല്യൂ കിട്ടണം. അപ്പോൾ അതെ, എനിക്ക് 50,185 പ്രാവശ്യം ഹെഡ്സ് കിട്ടി. അപ്പോൾ എൻ്റെ പ്രോബിലിറ്റി 0.50185 കിട്ടി. അതായത് 0.5-നേക്കാളും വളരെ അടുത്തുള്ളൊരു വാല്യൂ കിട്ടി. ഇപ്പോൾ നേരത്തെ 100 പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് 0.6 എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയുള്ള ഒരു റിലയബിൾ അല്ലാത്തൊരു വാല്യൂ കിട്ടി. പക്ഷേ അതേസമയം നമ്പർ ഓഫ് ട്രയൽസിനെ കൂട്ടിയപ്പോൾ എനിക്ക് വേണ്ട വാല്യൂവിൻ്റെ വളരെ അടുത്തുള്ളൊരു വാല്യൂ കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ ഈ എന്താ പറയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതാണ് ഒരു നമ്മുടെ കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇത് ഇത്രയും റൺ ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ടോ? പ്രോബിലിറ്റി നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. 0.5 അടുപ്പിച്ച വാല്യൂ കിട്ടുന്നുണ്ടോ നമ്പർ ഓഫ് ട്രയൽസ്? ഒരു 10,00,000 1,00,000 ട്രയൽസ് ഒക്കെ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. ബേസിക്കലി ഇതാണ് സ്ക്രിപ്റ്റ്. അപ്പം ഇത് റൺ ചെയ്യുമ്പോൾ പ്രോബിലിറ്റി 0.5 അടുത്തുള്ളൊരു വാല്യൂ കിട്ടുന്നില്ലേ? ആരെങ്കിലും ഒന്ന് ആർക്കും കിട്ടുന്നില്ല? യെസ്, ഓക്കെ, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാളും കൂടെ ഒന്ന് കൺഫേം ചെയ്താൽ ഉള്ളായിരുന്നു. കിട്ടുന്നുണ്ടോ? യെസ് യെസ് ഓക്കെ. അപ്പം ഹോപ്പ്ഫുള്ളി ഞാൻ ഈ ഇത്രയും അപ്പോൾ 2-3 പേർക്ക് കിട്ടുന്ന സ്ഥിതിക്ക് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് നമ്മളൊരു കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ് സിമുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് സിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി, ഹെഡ്സിൻ്റെയും ടൈൽസിൻ്റെയും പ്രോബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ ഹെഡ്സിനെ മാത്രമേ കാണിച്ചുള്ളൂ. ടൈൽസ് കിട്ടാനൊന്നുമില്ല. 1- പ്രോബിലിറ്റി ഓഫ് ഹെഡ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടൈൽസിൻ്റെ പ്രോബിലിറ്റി കിട്ടും. ഓക്കെ, അതാണ് ഒരു എക്സ്പെരിമെൻറ്റ്. ഇനി അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി സിമുലേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ആ എറർ പ്ലോട്ട് ചെയ്യുന്നു. എറർ കണ്ടുപിടിച്ചിട്ട് നമ്പർ ഓഫ് ട്രയൽസ് കൂട്ടുന്നതനുസരിച്ച് എറർ കുറയുന്നുണ്ടോ അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ആ കോഡ് ഷെയർ ചെയ്തതിൽ അതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ഒരു റാൻഡം ആയിട്ട് എനിക്കൊരു ലോവർ ലിമിറ്റ് ഉണ്ട്, അപ്പർ ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന കേസ് 0-യും 10. അപ്പോൾ 0-യും 10-നകത്തുള്ള ഒരു വാല്യൂ എടുക്കുന്നു, റാൻഡം ആയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ അത് ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പ്രാവശ്യം അപ്പോൾ ആ വെക്ടറിൽ എത്ര പ്രാവശ്യം എനിക്ക് 2-നെക്കാളും കുറഞ്ഞൊരു വാല്യൂ കിട്ടുന്നുണ്ട്. അതായത് 0-യും 10-നകത്ത് ഏത് വാല്യൂ വേണോ എനിക്ക് എടുക്കാം.
പക്ഷേ എൻ്റെ ഫേവറബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ 0-നും 2-നും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 0-നും 2-നും ഇടയ്ക്ക് കിടക്കുന്ന റേഞ്ച് 2 ഡിവൈഡഡ് ബൈ 0-നും 10-നും കിടക്കുന്ന റേഞ്ച് 10. അത് യൂണിഫോം ആയതുകൊണ്ട് 2/10 എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രോബിലിറ്റി ആയി. അപ്പോൾ എനിക്ക് 0.2 ആയിരിക്കണം പ്രോബിലിറ്റി കിട്ടും. അതായത് 1000 പ്രാവശ്യം ട്രയൽ നടത്തി കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 200 പ്രാവശ്യം എനിക്ക് 0-നും 2-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്നാണ് കണ്ടുപിടിക്കുകയാണ് ഞാൻ ഈ എക്സ്പെരിമെൻറ്റിൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഈ റാൻഡം വെക്ടർ സിമുലേറ്റ് ചെയ്യണം. യൂണിഫോം റാൻഡം വെക്ടർ സിമുലേറ്റ് ചെയ്യണം. അപ്പോൾ യൂണിഫോം റാൻഡം വെക്ടർ സിമുലേറ്റ് ചെയ്യാനുള്ള ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ റാൻഡം എന്ന് പറഞ്ഞ പാക്കേജിനകത്ത് യൂണിഫോം എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അത് യൂണിഫോം റാൻഡം വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതിന് 3 ആർഗ്യുമെൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ്, അതായത് നമ്മുടെ കേസിൽ 0. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ്, അത് മിനിമം എത്ര തൊട്ട് എടുക്കണം, മാക്സിമം ഏതുവരെ പോകണം. മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര സാമ്പിൾസ് നമ്മൾ എടുക്കണം. ഞാനിവിടെ എൻ്റെ ഇതിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 1000 പ്രാവശ്യം ട്രയൽ നടത്താൻ, എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽസ്, അത് 1000 പ്രാവശ്യം ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും NP റാൻഡം ഡോട്ട് യൂണിഫോം, അപ്പോൾ യൂണിഫോം റാൻഡം ഇതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റാണ് 0, അപ്പർ ലിമിറ്റ് 10. അപ്പോൾ 0-നും 10-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ഓരോ പ്രാവശ്യം എനിക്ക് തന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ എത്ര സാമ്പിൾസ് വേണം? 1000 സാമ്പിൾസ് വേണം, എന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് 1000 വാല്യൂസ് കാണും. ഓക്കെ, ഓരോ വാല്യൂ 0-നും 10-നകത്ത് ഇടയ്ക്കുള്ള ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 വാല്യൂസ് കാണും. എല്ലാത്തിൻ്റെ വാല്യൂസും 0-നും 10-നും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ഇതിപ്പം 1000 വാല്യൂസ് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഒരുപാടുണ്ട്. ഏത് വാല്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാലും 0-നും 10-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ. അപ്പം ബേസിക്കലി സ്ക്രിപ്റ്റ് ഇതാണ്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. അപ്പം ബേസിക്കലി സ്ക്രിപ്റ്റ് ഇതാണ്. ബേസിക്കലി n = 1000 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. = np.random.uniform, യൂണിഫോം റാൻഡം വേരിയബിൾ സിമുലേറ്റ് ചെയ്യാനാണ്. 0 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ്, അത് മിനിമം 0-യും മാക്സിമം 10-ഉം. n എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം, അങ്ങനത്തെ എത്ര വാല്യൂസ് വേണം, അത് നമ്മൾ നേരത്തെ കൊടുത്തു 1000. ഇത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ഒരു റാൻഡം വെക്ടർ ക്രിയേറ്റ് ചെയ്യും. റാൻഡം വെക്ടർ, അതിൽ 1000 എലമെന്റ്സ് ഉണ്ട്. ഓരോ എലമെന്റിന്റെ വാല്യൂ 0-നും 10-നും ഇടയ്ക്കാണ്. ഇനി ഇതിൽ എത്ര വാല്യൂസ് 0-നും 2-നും ഇടയിൽ കിടക്കുന്നുണ്ട് എന്നുള്ള കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത ശ്രമം. അപ്പം അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയാനാ, നമുക്ക് വേണ്ടത്, നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എസിൻ്റെ വാല്യൂ <2 ഉണ്ടോ, അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചൂസ് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എസ് <(= 2) എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എസിൻ്റെ വാല്യൂ ഓരോ എലമെൻറ്റ് വൈസ് ചെയ്യും. ഓരോ എലമെൻറ്റിൻ്റെ വാല്യൂ 2-നേക്കാളും കുറവാണെങ്കിൽ ട്രൂ എന്നുള്ള രീതിയിൽ 1 എന്ന് മാർക്ക് ചെയ്യും. അത് ഫോൾസ് ആവുന്ന കേസുകളിൽ 0 എന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 1 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാം കൂടെ സം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഉള്ള ടോട്ടൽ ഫേവറബിൾ ഇവൻസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് np.sum എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇവൻസ് എത്രയായിരിക്കും, s <(2) എന്നുള്ള ഇവൻ്റ് എത്ര പ്രാവശ്യം നടക്കുന്നു, അതാണ് ബേസിക്കലി ഈ എക്സ്പ്രഷൻ ചെയ്യുക. ഇനി നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഫേവറബിൾ ഇവൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻസ് അല്ലേ. ഫേവറബിൾ ഇവൻസ് എടുക്കുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻസ് പറഞ്ഞാൽ 1000 ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് നോക്കാം പ്രോബിലിറ്റി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 എന്നുള്ള ആൻസറാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് സിമുലേറ്റ് ചെയ്ത് നോക്കാം.
ബേസിക്കലി എനിക്ക് കിട്ടിയ വാല്യൂ 0.204, 0.2വിനേക്കാൾ വളരെ അടുത്തുള്ളൊരു വാല്യൂ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ 0.2 എന്താ ഇത് ചെയ്യുക, 1000 പ്രാവശ്യം ഞാൻ ട്രയൽ നടത്തിയപ്പോൾ 204 പ്രാവശ്യം എനിക്ക് 0ക്കും 2നും ഇടയ്ക്കുള്ളൊരു വാല്യൂസ് കിട്ടി. അപ്പോൾ അതാണ് ഇതിൽ ഈ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഫേവറബിൾ നമ്പർ ഓഫ് ഇവൻറ്റ്സ് 204 ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കൽ കൂടെ എക്സ്പെരിമെൻറ്റ് റൺ ചെയ്ത് നോക്കി ചിലപ്പോൾ വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടും. 2.203 കിട്ടി. 203 പ്രാവശ്യം ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇവൻറ്റ്. ഞാൻ പറഞ്ഞ എക്സാക്ട് വാല്യൂ കിട്ടത്തില്ലെങ്കിലും നമുക്ക് ഉള്ള പ്രോബിലിറ്റിയുടെ വളരെ അടുത്തുള്ളൊരു വാല്യൂ നമുക്ക് എപ്പോഴും എല്ലാ പ്രാവശ്യവും കിട്ടുന്നുണ്ട്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം 0.196, 0.2 അഗൈൻ 0.2ൻ്റെ അടുത്തൊരു വാല്യൂ. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരും, പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് ആ പ്രോബിലിറ്റിയുടെ അടുത്തുള്ളൊരു വാല്യൂ കിട്ടും. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒരു വേറൊരു സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 2നും 6നും ഇടയ്ക്ക് കിടക്കുന്ന ഇവൻറ്റ്സ് എത്ര ഉണ്ടെന്നാണ് കണ്ടുപിടിക്കണം. ബേസിക്കലി np ഡോട്ട് സം ഓഫ് ഇത് 2വിനേക്കാളും കൂടിയിരിക്കണം, പക്ഷേ എന്താ പറയുക 6നെക്കാളും കുറഞ്ഞിരിക്കും. അപ്പം അങ്ങനത്തെ ഇവൻറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പം അതായിരിക്കും നമ്മൾ ഫേവറബിൾ ഇവൻറ്റ്സ്. അപ്പം ഞാൻ 2നും 6നും ഇടയ്ക്കുള്ള എത്ര വാല്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0.4 കിട്ടും പ്രോബിലിറ്റി. കാരണം 0ക്കും 10നും ഇടയ്ക്കുള്ള ഏത് വാല്യൂസിനും എടുക്കാനുള്ള പ്രോബിലിറ്റി 1 ആണ്. അതിൽ 2നും 6ഉം ഇടയ്ക്കുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/10 അങ്ങനെ 0.4ന് അടുത്തുള്ളൊരു വാല്യൂ ആണ് കിട്ടുക. അത് കിട്ടുന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 0.4 കിട്ടുന്നില്ല. ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ചെയ്യാം. ബേസിക്കലി ഞാൻ ജസ്റ്റ് ഒന്ന് കോഡ് മോഡിഫൈ ചെയ്യണം. അപ്പം എനിക്ക് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്, ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 2നും 6നും ഇടയ്ക്ക് കിടക്കുന്ന എത്ര നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്, എത്ര എലമെന്റ്സ് ഉണ്ട്. അപ്പം 6നെക്കാളും കുറഞ്ഞു കിടക്കുന്ന എത്ര പോയിന്റ്സ് ഉണ്ട് മൈനസ് 2വിനേക്കാളും കുറഞ്ഞു കിടക്കുന്ന എത്ര പോയിന്റ്സ്. അപ്പോൾ ആ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേവറബിൾ ഇവൻറ്റ്സ് കിട്ടും. ബേസിക്കലി ഓക്കെ, നമുക്ക് 0.4 എക്സാക്ട് വാല്യൂ ഉണ്ട് കിട്ടി. ഒരിക്കൽ കൂടെ ട്രൈ ചെയ്തു. 0.412. അപ്പം ഓൾമോസ്റ്റ് 4ൻ്റെ 1000 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 400 അടുപ്പിച്ചുള്ള പ്രാവശ്യം നമുക്ക് ആ ഒരു റേഞ്ചിൽ കിടക്കുന്ന വാല്യൂസ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. കോഡ് വേണമെങ്കിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. ഈ 2 എക്സ്പീരിയൻസ് ആണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് കൺഫ്യൂസിങ് ആയി തോന്നാം. അപ്പോൾ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് ആർക്കെങ്കിലും ഇത് ചെയ്ത് കിട്ടുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ?
യെസ്, ഒരാളും കൂടെ കമൻറ്റ് ചെയ്യാമോ? ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ കമൻറ്റ് ചെയ്യാമോ? വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ രണ്ടു പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയാം. അതായത് നമ്മൾ 0ക്കും 10നും ഇടയ്ക്ക് കിടക്കുന്നുള്ള നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തു. ഇത് റാൻഡമായിട്ട് 0ക്കും 10നകത്ത് കിടക്കുന്ന കുറേ നമ്പേഴ്സ് എടുത്തു. ഞാൻ ഈ എൻ്റെ കേസിൽ 1000 അങ്ങനത്തെ ഒരു നമ്പർ എടുത്തു, വെക്ടർ എടുത്തു. എന്നിട്ട് അതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ 0ക്കും 2നകത്ത് കിടക്കുന്നുള്ള നമ്പേഴ്സുകളുടെ എണ്ണം എടുത്തു. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എണ്ണം, അതായത് 1000 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുക? പ്രോബിലിറ്റി 0.2 ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ 0ക്കും 10നകത്ത് കിടക്കുന്ന ഏത് വാല്യൂസ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആണ്. അപ്പോൾ 0ക്കും 2നും എടുക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ റേഞ്ച് നമ്മുടെ 0 to 10. അപ്പോൾ 10, അപ്പോൾ 2/10 ആണ് നമുക്ക് പ്രോബിലിറ്റി 0.2 കിട്ടി. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഫിക്സ് ചെയ്തു. ഈ ഒരു കേസിൽ 6ഉം 2ഉം. അപ്പോൾ 6, അപ്പം 2നേക്കാളും കൂടിയ വാല്യൂ 6നേക്കാളും കുറഞ്ഞത്. അപ്പോൾ ഈ അറയിൽ നിന്ന് 2നേക്കാളും കൂടിയതും 6നേക്കാളും കുറഞ്ഞതുമായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്. അപ്പം അപ്പം നമ്മൾ പ്രോബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 to 6 എന്ന് പറഞ്ഞ റേഞ്ച് 6 - 2 അങ്ങനെ 4 കിട്ടി. 4 ഡിവൈഡഡ് ബൈ നമ്മുടെ ഒറിജിനൽ എക്സ്പെരിമെൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 10, അപ്പോൾ 10 ആണ്. 4/10 അങ്ങനെ പ്രോബിലിറ്റി നമുക്ക് 0.4 ആയിരിക്കണം. 0.4നേക്കാളും അടുത്തുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പ്രോബിലിറ്റിയുടെ രണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പൈത്തൺ വെച്ച് സിമുലേറ്റ് ചെയ്യായിരുന്നു ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്തത്. അപ്പം ഇത് നിങ്ങൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. എന്നിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ച് ഒരിക്കൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. പിന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സെഷൻ കൂടെ വെച്ച് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പം ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ പൈത്തൺ സ്ക്രിപ്റ്റ് ഓൾറെഡി ഷെയർഡ് ആണ്. അപ്പോൾ അത് ഒരിക്കലും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഒരു സെഷനൂടെ വയ്ക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബേസിക്കലി SEL ലാബിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയാനാ, നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഒരു ക്വിസ് കാണും. അപ്പം നമ്മൾ ഇതുവരെ ക്വിസ് നടത്തിയിട്ടില്ലാത്ത ടോപ്പിക്സ് ഒരു ക്വിസ് നടത്തുന്നതാണ്. പിന്നെ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് എന്നല്ല, നമ്മൾ കണ്ടക്ട് ചെയ്ത ഏതെങ്കിലും എക്സ്പെരിമെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സെഷൻ വെച്ച് നമുക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ കവർ ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ ഈ സെഷൻസ് വെച്ച് നമുക്ക് നിങ്ങളുടെ ഇഷ്യൂസൊക്കെ മനസ്സിലാക്കി ഒന്നും കൂടെ നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇന്നോ നാളെ കൊണ്ട് ഇതിൻ്റെ അസൈൻമെൻറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച നമുക്ക് ടൈമുണ്ട്, അതിന് മുന്നേ നിങ്ങൾക്ക് ആൻസർ എഴുതി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ളവർക്കൊക്കെ മാർക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ പ്രത്യേകിച്ച് പോലെ
ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തവർക്ക് ലീവ് ചെയ്യാം.